കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രധാന വേഷത്തിലെത്തുന്ന ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന് സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ച സംഭവത്തിൽ വിമർശനവുമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രംഗത്ത്. ഫെഫ്കയ്ക്കൊപ്പം നിർമ്മാതാക്കളുടെ സംഘടനയും പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ബി രാകേഷ് പറഞ്ഞു. നടപടി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരാണെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ കുറ്റപ്പെടുത്തി. സംവിധായകൻ പത്മകുമാറിന്റെ സിനിമയ്ക്കും സമാന പ്രശ്നമുണ്ടായി. ജാനകി എന്ന പേര് ജയന്തി എന്നാക്കിയ ശേഷമാണ് ആ ചിത്രത്തിന് പ്രദർശനാനുമതി കിട്ടിയതെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. എങ്ങോട്ടാണ് നമ്മളിത് പോകുന്നത്? നമുക്ക് പേരിടാൻ പറ്റുകയില്ല. നമ്മളുടെ കഥാപാത്രങ്ങൾ ഹിന്ദു മതത്തിൽ പെടുന്നവരാണെങ്കിൽ എങ്ങനെ പേരിട്ടാലും ഒരു ദേവന്റെയോ ദേവിയുടെയോ പേരായിരിക്കും. നാളെ എൻ്റെ പേര് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒരു അതിക്രമത്തിന് ഇരയാകുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി സ്റ്റേറ്റിനെതിരെ നടത്തുന്ന നിയമ പോരാട്ടമാണ് ആ സിനിമയുടെ ഇതിവൃത്തം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അതിക്രമത്തിന് ഇരയാകുന്ന പെൺകുട്ടിക്ക് സീതാദേവിയുടെ പേര് ഇടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. അപ്പം ഞങ്ങൾ കാത്തിരിക്കുന്നത് ഷോക്കോസ് നോട്ടീസ് കിട്ടാനാണ്. എന്താണ് അവരതിൽ പറയുന്നതെന്ന് നമ്മൾ നോക്കും. ആ സംവിധായകനോട് ഞാൻ സംസാരിച്ചു. അദ്ദേഹത്തിനോട് നിയമപരമായി നീങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധം ഇതിലുണ്ടാകും. സെൻസർ ബോർഡിന്റെ ഈ ഇടപെടല് ഓരോ ദിവസമായി അവരിങ്ങനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. സിനിമ എന്ന് പറയുന്ന ഒരു സാധനം, ഒരു കലാസൃഷ്ടിയാണല്ലോ. അതിന്റെ കാര്യങ്ങളെ വളരെയേറെ തടസ്സപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അവര്. ഓരോ ഇടപെടലുകൾ ഓരോ ദിവസവും ഇതിങ്ങനെ വർദ്ധിപ്പിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഈ ഇവിടുത്തെ സെൻസർ ബോർഡാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതുപോലെ ഒരു ഗവൺമെന്റ് തലത്തിലുള്ള ഇടപെടലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇത് ഉദ്യോഗസ്ഥ ലെവലിലുള്ള ഒരു കാര്യങ്ങളാണിത്. ഇപ്പൊ വരുന്ന എല്ലാ പടങ്ങളുടെ പേരിലും വളരെ ശക്തമായ സെൻസറിങ്ങും വലിയ ആവശ്യമില്ല. അതായത് ഇതിനൊരു മാനദണ്ഡം ഉണ്ടല്ലോ, ആ മാനദണ്ഡത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.